വീടിൻ്റെ അകത്തേക്ക് കയറിയാൽ ഇത് വേറൊരു ലോകമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത്രയും മനോഹരമായിട്ട് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ലിവിങ് സ്പേസിലാണ്. ഡബിൾ ഹൈറ്റിൽ ചെയ്തിരിക്കുന്ന വളരെ ലക്ഷറി ആയിട്ട് ഇൻറ്റീരിയർ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു സ്പേസാണ് ഈ വീടിൻ്റെ ലിവിങ് റൂം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പാത്രങ്ങളും ടേബിൾ മാറ്റുകളൊക്കെ വരുന്ന സമയത്ത് ആ ഒരു ഡൈനിങ് ടേബിൾ ഈ ഒരു സ്പേസിൻ്റെ പ്രധാന ഫോക്കൽ പോയിൻ്റായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വുഡൻ സീലിംഗ് ആണ് നൽകിയിരിക്കുന്നത്, അതിൽ ഗ്രൂസ് നൽകിയിരിക്കുന്നു, മനോഹരമായിട്ടുള്ള 2 ഫാനുകൾ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഒരു പാറ്റിയോ സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വെളിച്ചം ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണിത്. ഇവിടെ ഒരു ഫൗണ്ടെയിൻ നൽകിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന നമ്മുടെ ദുബായ് ഗേറ്റൊക്കെ പോലെയുള്ള ഒരു സംഭവം ഫൗണ്ടെയിൻ ആണ്. 2 ആളുകൾക്ക് കൈ കഴുകാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യം, 2 ബേസിൻസ് നൽകിയിരിക്കുന്നു, 2 മിററുകളുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് നൽകിയിരിക്കുന്നത്. നല്ല സൗകര്യമുള്ള ഒരു അടിപൊളി കിച്ചൺ ആട്ടോ ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. മോഡുലാർ കിച്ചണാണ്. എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വരുന്നുണ്ട്, റെഫ്രിജറേറ്റർ വരുന്നുണ്ട്, ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട്, കബോർഡുകൾ വരുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള കിച്ചണിലേക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ നൽകിയിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കിച്ചണിൽ വരുന്നുണ്ട്. ടാപ്പ് ഇതേപോലെ ഊരിയെടുത്തിട്ട് നമുക്ക് സിങ്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ടാപ്പ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ യൂസ് കഴിഞ്ഞാൽ ഇതിൽ ഇതേപോലെ ഫിക്സ് ചെയ്യുകയും ചെയ്യാം. ബെഡ്റൂമിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഒരു മോഡേൺ സ്റ്റൈലിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഒരു വുഡൻ ഭാഗം ചെയ്തിരിക്കുന്നത് വെനീർ യൂസ് ചെയ്തിട്ടാണ്. ഈ ഒരു ഗ്രൂസ് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിങ്ങനെ അപ്സ്റ്റെയർ വരെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന രീതിയിൽ സെയിം പാറ്റേൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു വൈബിൾ ഏരിയ ആണ് ഈ ഒരു അപ്പർ ലിവിങ് സ്പേസ്. ഇവിടെ ഒരു സ്വിംഗ് ചെയർ ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രീ ടൈമിൽ മുകളിൽ വന്നിട്ട് ഊഞ്ഞാലിരുന്ന് TV കാണാം. എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പുറകിൽ കാണുന്ന മനോഹരമായിട്ടുള്ള ഈ വീട് കണ്ടോ? കോഴിക്കോട് നിന്നുള്ള ആർക്കിടെക്റ്റുകളാണ് ഈ വീട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഈ വീടിൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ ബെറ്റർ ഹോമിൻ്റെ ഹോം ടൂർ വീഡിയോയിലേക്ക് സ്വാഗതം. കോമ്പൗണ്ടിനകത്തേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ള മുറ്റും 2 ഭാഗത്തും ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഭംഗിയാക്കി സെറ്റ് ചെയ്തിരിക്കുന്നു. നാച്ചുറൽ ഗ്രാസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. പാൻട്രീസ് നൽകിയിട്ടുണ്ട്. ഒരു ലക്ഷറി ഫീൽ വീടിന് നൽകാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മരങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇവിടെയാണ് വീട്ടിലെ കിണർ നൽകിയിരിക്കുന്നത്. മുറ്റത്ത് തന്നെ ഒരു കിണർ നൽകിയിട്ടുണ്ട്. കിണറിന് നല്ല ഭംഗിയായിട്ടൊരു ഡെക്കറേഷൻ വർക്ക് നൽകിയിരിക്കുന്നു. ഗേറ്റിനൊക്കെ നമ്മൾ കൊടുക്കുന്ന HPL ഷീറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു ഷീറ്റ് മനോഹരമായിട്ടുള്ള രീതിയിൽ സർക്കുലർ ഷേപ്പിൽ ഇതിനെ റാപ്പ് ചെയ്തുകൊണ്ട് നല്ലൊരു ടെക്സ്ചർ നൽകിയിട്ടുണ്ട്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ്. അതിനിടയിലൂടെ സ്ട്രിപ്പുകളായിട്ട് കോബിൾ സ്റ്റോണുകൾ കൂടെ നൽകിയിട്ടുണ്ട്. വീടിൻ്റെ എലവേഷനിലേക്ക് വരികയാണെങ്കിൽ ഒരു കണ്ടംപററി സ്റ്റൈൽ എലവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത്. കണ്ടംപററി പ്ലസ് ഒരു നിയോ ക്ലാസിക്കൽ ടച്ച് വരുന്ന രീതിയിലാണ് വീടിൻ്റെ എലവേഷൻ ഡീറ്റെയിലിംഗ് വരിക. വലിയ പില്ലറുകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്ലാസ്റ്ററിങ്ങിൽ ഒത്തിരി ഗ്രൂ വർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. സെയിം ഗ്രൂ വർക്കുകൾ തന്നെ വീടിൻ്റെ കോമ്പൗണ്ട് വാളിലും നമുക്ക് കാണാൻ പറ്റും. സോ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കോഴിക്കോട് നിന്നുള്ള ആർക്കിടെക്റ്റുകളാണ് ഇവിടെ ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ പ്ലാനിംഗ് ആണെങ്കിലും ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ആണെങ്കിലും ഇൻറ്റീരിയർ ഡിസൈൻ ആണെങ്കിലും ഒക്കെ ആർക്കിടെക്ട്സിൻ്റെ നേതൃത്വത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു മികച്ച ആർക്കിടെക്റ്റിനെ നമുക്ക് ലഭിക്കുക എന്നതിലൂടെ മികച്ച ഒരു വീട് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഈ വീടിൻ്റെ A to Z കാര്യങ്ങളിൽ ആർക്കിടെക്റ്റിൻ്റെ മേൽനോട്ടവും നിയന്ത്രണവും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്താണ് വീടിൻ്റെ കാർ പോർച്ച് ഏരിയ വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള കാർ പോർച്ചാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഒരു കാർ നിർത്തിയിട്ടുണ്ടെങ്കിലും ഇവിടെ 2 ബൈക്കുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കാർ പോർച്ച് ഇവിടെ നൽകിയിരിക്കുന്നു. കാർ പോർച്ചിന് സീലിംഗ് നൽകിയിട്ടുണ്ട്. ജിപ്സം സീലിംഗ് ഉപയോഗിച്ചാണ് കാർ പോർച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട്. അത്യാവശ്യം വലുപ്പമുള്ള സിറ്റ് ഔട്ടാണ്. ഫ്രണ്ടിൽ ഇതേപോലെ ഷെയ്ഡ് നൽകിയിട്ടുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാലും സ്റ്റെപ്പ് നനയാത്ത രീതിയിലാണ് ആ ഒരു ഷെയ്ഡ് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റെപ്പ് നനഞ്ഞിരിക്കുന്നത് കൊണ്ട് സ്ലിപ്പ് ആവാനോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ഇല്ല. ഇവിടെ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിൽ നൽകിയിരിക്കുന്നത്. വെയിൽ കൊണ്ട് ഗ്രാനൈറ്റ് ഫെയ്ഡ് ആവുന്നതിനെയൊക്കെ ഈ ഒരു ഷെയ്ഡ് നല്ല രീതിയിൽ സേവ് ചെയ്യുന്നുണ്ട്. സിറ്റ് ഔട്ടിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഫ്രണ്ട് ഡോറാണ്. 8 അടി ഹൈറ്റിൽ വരുന്ന 1.50 വീതി വരുന്ന തരത്തിലുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡബിൾ ഡോറായിട്ട് ചെയ്തിരിക്കുന്നു. അതിൽ തന്നെ നല്ലൊരു ഡിസൈൻ ഫ്രണ്ട് ഡോറിന് നൽകിയിരിക്കുന്നു. സിമ്പിളാണ്, എന്നാൽ തന്നെ ഏറ്റവും മോഡേൺ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന സെൻറ്റർ പോർഷനിൽ മാത്രം ഗ്രൂസ് വരുന്നൊരു മോഡലാണ്
ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഡോറിന് നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുന്നതിന് മുമ്പ് ആർക്കിടെക്റ്റുകളെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഓഫീസ് വരുന്ന ഹിജാസ് അനീർ ആർക്കിടെക്ചർ എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ വീടിൻ്റെ പ്ലാനിങ്, ഇൻറ്റീരിയർ ഡിസൈനിങ്, ലാൻഡ്സ്കേപ്പ് തുടങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഡിസൈനിങ് ആൻഡ് പ്ലാനിങ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ആർക്കിടെക്റ്റ് എന്നുള്ള രീതിയിൽ ഇതിനു മുമ്പും അവരുടെ പ്രൊജക്റ്റുകൾ നമ്മൾ മൈ ബെറ്റർ ഹോമിൽ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. ഈ വീടിൻ്റെ അകത്ത് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷറി മോഡേൺ സ്റ്റൈലിലാണ്. തീർച്ചയായിട്ടും വീട് വെക്കുന്ന ഒരാൾക്ക് ഇൻസ്പിറേഷൻ ആവാൻ പറ്റുന്ന രീതിയിലാണ് ആ വീട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവരെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും അവരെ കോൺടാക്ട് ചെയ്യേണ്ട രീതിയും അവർ വർക്ക് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് വീടിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് കാണാം. വീടിൻ്റെ അകത്തേക്ക് കയറിയാൽ ഇത് വേറൊരു ലോകമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത്രയും മനോഹരമായിട്ട് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ലിവിങ് സ്പേസിലാണ്. ഡബിൾ ഹൈറ്റിൽ ചെയ്തിരിക്കുന്ന വളരെ ലക്ഷറി ആയിട്ട് ഇൻറ്റീരിയർ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു സ്പേസാണ് ഈ വീടിൻ്റെ ലിവിങ് റൂം. ടോപ്പ് ഹൈറ്റ് നോക്കി നോക്കും, നമുക്ക് രണ്ട് വീടിൻ്റെ ഹൈറ്റ് ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ഫീൽ ചെയ്യിക്കാൻ സാധിക്കുന്നുണ്ട്. സീലിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഒരു ലക്ഷറി ഫിനിഷ് സീലിങ്ങിൽ കൊണ്ടുവന്നിരിക്കുന്നു. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് സീലിങ്ങിൽ നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്തുള്ള രണ്ട് ചുമരുകളും ഭംഗിയായിട്ട് ഡെക്കറേഷൻ ചെയ്തു വെച്ചിരിക്കുന്നു. ഒരുപാട് മെറ്റീരിയൽസ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽസിൻ്റെ പേരുകളെല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിന് മുമ്പ് ഈ ഒരു റൂമിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 5 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമാണ് ഈ ഒരു ലിവിങ് സ്പേസിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വെൽക്കം സ്പേസ്, അതായത് നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ അവരാദ്യം ഇരിക്കുന്ന സ്പേസ് ഈ ഭാഗമാണ്. അവരാദ്യം എക്സ്പീരിയൻസ് ചെയ്യുന്ന പോർഷനും നമ്മുടെ വീടിൻ്റെ ഡ്രോയിങ് റൂം അല്ലെങ്കിൽ ലിവിങ് റൂം എന്ന് പറയുന്ന ഈ ഒരു സ്പേസാണ്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സോഫ സീറ്റേഴ്സാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയിൽ കുഷൻ ചെയ്തിരിക്കുന്ന, നല്ല സ്റ്റിച്ച് വർക്ക് കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്ന ഒരു സോഫയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഭിത്തിയിലേക്ക് വരികയാണെങ്കിൽ പാനലിംഗ് വർക്കുകൾ പൂർണ്ണമായിട്ട് നൽകിയിരിക്കുകയാണ്. അതിൽ ഒരു ഗോൾഡൻ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് PVD കോട്ടഡ് ആയിട്ടുള്ള സ്ട്രിപ്പുകൾ നൽകിയിരിക്കുന്നു. ഇതെല്ലാം ലാമിനേറ്റുകളാണ്. ഇതിനിടയിൽ തിളങ്ങി നിൽക്കുന്ന ഈ ഭാഗം അക്രിലിക്കാണ്. അക്രിലിക് ഉപയോഗിച്ചിട്ടാണ് അത്രയും തിളക്കം വരുന്നത്. ഇവിടെ ഇതേപോലെ ലൈറ്റപ്പ് ചെയ്ത് മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതിനിടയിൽ WPC ലൂവറുകൾ നൽകിയിരിക്കുന്നു. 3 or 4 മെറ്റീരിയൽ ഒരുമിച്ച് നൽകുമ്പോഴും ഒന്നിച്ച് ഒരു ഡിസൈനായിട്ട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്നതിൽ ആർക്കിടെക്റ്റുകൾ തീർച്ചയായിട്ടും വിജയിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒരു TV യൂണിറ്റാണ് വരുന്നത്. നമ്മളിതിൽ നിന്ന് നേരെ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് അപ്സ്റ്റെയറിൽ നിന്ന് ലിവിങ് റൂമിലേക്കുള്ള ഒരു വിസിബിലിറ്റി നൽകിയിട്ടുണ്ട്. ആ ഭാഗത്ത് വെനീർ ഫിനിഷ് ചെയ്തിരിക്കുന്നു. വെനീറിൽ ഗ്രൂ നൽകിയിട്ടാണ് ആ ഒരു വുഡൻ ഷെയ്ഡിൽ വരുന്ന ഭാഗം നമുക്ക് ഇതേ രീതിയിൽ കാണാനുള്ള ഒരു ഭംഗിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. TV യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗത്ത് ടിൻറ്റഡ് ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. അടിഭാഗത്ത് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ലാമിനേറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഗ്രൂസ് നൽകിയിരിക്കുന്നു. ഇത് കോൺക്രീറ്റ് ടെക്സ്ചർ വരുന്ന ലാമിനേറ്റുകളാണ് നൽകിയിരിക്കുന്നത്. ലിവിങ് കഴിഞ്ഞാൽ നേരെ വരുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഒരു ഹാൾ സ്പേസ് പോലെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഡൈനിങ് സ്പേസിന് വേണ്ടി നൽകിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ളൊരു ഡൈനിങ് ടേബിൾ സെറ്റാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ചെയറുകളൊക്കെ ഇതേപോലെ റെക്സിൻ ഉപയോഗിച്ച് റാപ്പ് ചെയ്തിട്ട് അപ്ഹോൾസ്ട്രി വർക്ക് ചെയ്ത രീതിയിലുള്ള ചെയറുകളാണ്. ഒരേ സമയത്ത് 8 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യത്തിലാണ് ഡൈനിങ് ടേബിൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പാത്രങ്ങളും ടേബിൾ മാറ്റുകളൊക്കെ വരുന്ന സമയത്ത് ആ ഒരു ഡൈനിങ് ടേബിൾ ഈ ഒരു സ്പേസിൻ്റെ പ്രധാന ഫോക്കൽ പോയിൻ്റായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ തൊട്ട് ബാക്കിലുള്ള വാള് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഇവിടെ മോൾഡിങ്ങുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ചാർക്കോൾ ഷീറ്റുകൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഒരു ഗോൾഡൻ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് PVD കോട്ടിങ് യൂസ് ചെയ്തിട്ടുണ്ട്. നേരെ മുകളിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് നൽകിയിട്ടുണ്ട്. വുഡൻ സീലിംഗ് ആണ് നൽകിയിരിക്കുന്നത്. അതിൽ ഗ്രൂസ് നൽകിയിരിക്കുന്നു. മനോഹരമായിട്ടുള്ള 2 ഫാനുകൾ നൽകിയിട്ടുണ്ട്. ഇത്തരം ഫാനുകളെ ഡിസൈനർ ഫാനുകൾ എന്നാണ് വിളിക്കുക. നമ്മുടെ നോർമൽ ഫാനിനേക്കാളും കുറച്ചൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫാനുകളാണ്. എന്നാൽ തന്നെ ഭംഗിയിലും വളരെയധികം സൗണ്ട് കുറവാണ് എന്നുള്ളതാണ് ഈ ഒരു ഫാനിൻ്റെ പ്രത്യേകത. നമുക്കിപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ അല്ലെങ്കിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ടാവും. ഈ ഫാനിൻ്റെ ശബ്ദം എൻ്റെ ശബ്ദത്തെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് വളരെ കുറവാണ്. സാധാരണ രീതിയിൽ നമ്മുടെ നോർമൽ ഫാനുകൾ ഇട്ട് കഴിഞ്ഞാൽ വലിയൊരു ശബ്ദം നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയറിൽ കിട്ടുകയും ചെയ്യും. ഈ ഭാഗത്ത് ഒരു പാറ്റിയോ സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വെളിച്ചം ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണിത്. ഇവിടെ ഒരു ഫൗണ്ടെയിൻ നൽകിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന നമ്മുടെ ദുബായ് ഗേറ്റൊക്കെ പോലെയുള്ള ഒരു സംഭവം ഫൗണ്ടെയിൻ ആണ്. നമുക്കതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ആക്ച്വലി ഇവിടെ ഒരു ഗ്ലാസ് നൽകിയിരിക്കുകയാണ്. ഗ്ലാസ് നൽകിയിട്ട് വെള്ളം അതിലേക്ക് പമ്പ് ചെയ്യുമ്പോഴാണ്
മനോഹരമായിട്ടൊരു ഫൗണ്ടെയിൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അടിയിൽ പെബിൾസുകൾ നൽകിയിട്ടുണ്ട്, വൈറ്റ് പെബിൾസ് ആണ് നൽകിയിരിക്കുന്നത്. പാറ്റിയോ കണ്ടു കഴിഞ്ഞാൽ ഇനി നമ്മൾ കാണേണ്ട സ്ഥലം ഈ ഒരു ഡൈനിങ് ടേബിളിനോട് ചേർന്ന് തന്നെ ഒരു വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലെങ്തി ആയിട്ടുള്ളൊരു വാഷ് ബേസിൻ ഏരിയ. സാധാരണ നമ്മുടെ വീട്ടിലൊരു പ്രോഗ്രാമൊക്കെ വന്നു കഴിഞ്ഞാൽ അന്ന് നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ വരും. അപ്പം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ കഴുകുന്ന ഭാഗമാണ് ഈ ഭാഗം. അപ്പോൾ ഒരു വാഷ് ബേസിന് സിങ്കാണ് നമ്മൾ നൽകിയിരിക്കുന്നതെങ്കിൽ ഒരാൾക്ക് കഴുകിയ ബാക്കിയുള്ള ആളുകളൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. രണ്ടാളുകൾക്ക് കൈ കഴുകാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യം, 2 ബേസിൻസ് നൽകിയിരിക്കുന്നു, 2 മിററുകളുണ്ട്, സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് നൽകിയിരിക്കുന്നത്. വാനിറ്റി കൗണ്ടർ ഈ ഒരു ഭാഗം മുഴുവനായിട്ട് നൽകിയിരിക്കുന്നു. നല്ല സ്റ്റോറേജ് സ്പേസ് ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ടൈലാണ് കൗണ്ടർ ടോപ്പായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ലാമിനേറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. ഇത് ടെക്സ്ചർ പെയിൻറ്റിംഗ് ആണ് ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഈ ടെക്സ്ചർ പെയിൻറ്റിങ്ങിൻ്റെ 2 ഭാഗത്തു നിന്നും കോവ് ലൈറ്റ് നൽകിയത് കൊണ്ട് തന്നെ ആ ഒരു ലൈറ്റിങ്ങിൻ്റെ ഓറ നല്ല ഭംഗിയായിട്ട് ഒരു ഗോൾഡൻ ഫിനിഷ് ആയിട്ട് ആ ഒരു വാളിൽ കാണാൻ പറ്റുന്നുണ്ട്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ മുഴുവനായിട്ട് ഒരു സിമിലർ പാറ്റേൺ ആണ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഒരു വുഡൻ ബോർഡർ വരുന്നു, സെൻറ്ററിൽ ഇതേപോലെ ഒരു വുഡൻ എലമെൻറ്റിൽ ഗ്രൂ വരുന്നു. സെയിം പാറ്റേൺ തന്നെ ഇവിടെയും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നൊരു ഏരിയ ഫാമിലി ലിവിങ് സ്പേസ് പോലെ ഇവിടെ യൂസ് ചെയ്യുന്നൊരു ഭാഗമാണ്. അവിടെ സോഫ സീറ്റർ നൽകിയിട്ടുണ്ട്. തൊട്ട് പുറകിലെ വാള് നല്ല ഭംഗിയായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ ഫിനിഷും അതോടൊപ്പം തന്നെ ലൈറ്റും, അതാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മൾ ഒരുപാട് കൊറിയൻ സീരീസിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലുള്ള ഇൻറ്റീരിയർ ഡിസൈനിൽ ഈ ഒരു എലമെൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ലൈറ്റിംഗ് എഫക്റ്റും വളരെയധികം നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന ഒരു മോഡൽ കൂടെയാണ്. ഈ വീടിൻ്റെ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് കാണാം. വളരെ സ്പേഷ്യസ് ആയിട്ട് നല്ല വലുപ്പത്തിൽ ചെയ്തിരിക്കുന്ന കിച്ചനാണ്. നേരെ ഡൈനിങ് സ്പേസിൽ നിന്നും ഈ ഭാഗത്താണ് കിച്ചൺ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ അകത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നല്ല സൗകര്യമുള്ള ഒരു അടിപൊളി കിച്ചണാട്ടോ ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. മോഡുലാർ കിച്ചനാണ്. എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വരുന്നുണ്ട്, റെഫ്രിജറേറ്റർ വരുന്നുണ്ട്, ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട്, കബോർഡുകൾ വരുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള കിച്ചണിലേക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ നൽകിയിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കിച്ചണിൽ വരുന്നുണ്ട്. അപ്പം സെപ്പറേറ്റ് വർക്ക് ഏരിയ, സെപ്പറേറ്റ് ഫോർമൽ കിച്ചൺ അങ്ങനെ നൽകാതെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരൊറ്റ കിച്ചൺ നൽകിയിരിക്കുന്നു. ആകെ നൽകിയിരിക്കുന്ന സെപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ടോൾ യൂണിറ്റ് വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു ഹാഫ് വാള് നൽകിയിട്ടുണ്ട്. പകുതി ഭാഗത്ത് മാത്രം ചുമര് നൽകിയിരിക്കുന്നു. ബാക്കി ഈ ഭാഗം വർക്ക് ഏരിയ സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. ഈ ഭാഗം നമുക്കൊരു ഫോർമൽ കിച്ചണായിട്ട്, ഷോ കിച്ചണായിട്ട് യൂസ് ചെയ്യാം. ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിരിക്കുന്നത്. ഹൈ ചെയറുകൾ നൽകിയിരിക്കുന്നത്. അല്പം ഒരു ഉയരത്തിലാണ് ഈ ചെയറുകളൊക്കെ നൽകിയിട്ടുള്ളത്. കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലേക്ക് വരികയാണെങ്കിൽ ടൈലാണ് കൗണ്ടർ ടോപ്പിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പം WPC ആണ് കിച്ചന് വേണ്ടി ഉപയോഗിക്കുന്നത്. വെള്ളം തട്ടുന്ന സ്ഥലങ്ങളിൽ WPCയും ബാക്കി വരുന്ന ഡോർ ഏരിയാസിൽ പ്ലൈവുഡുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലാമിനേറ്റ് ആണ് കിച്ചൻ്റെ ഷട്ടേഴ്സിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പർ ക്യാബിനറ്റിലേക്ക് വരികയാണെങ്കിൽ മാക്സിമം ഡിസ്പ്ലേ യൂണിറ്റുകളാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം നമുക്ക് മനോഹരമായിട്ടുള്ള പാത്രങ്ങൾ കാണാൻ പറ്റും. ഇവിടെ ഒരു വലിയൊരു ക്രോക്കറി യൂണിറ്റ് ഉണ്ട്. അതിമനോഹരമായിട്ടുള്ള പാത്രങ്ങളുടെ വലിയൊരു കളക്ഷൻ ഈ വീട്ടിലുണ്ട്. നമുക്ക് കാണാൻ പറ്റും ഒരു ഗോൾഡൻ ഫിനിഷൊക്കെ വരുന്ന നല്ല നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ നമുക്കിതിൽ ഡിസ്പ്ലേ ചെയ്ത് വെച്ചത് കാണാൻ സാധിക്കും. ഓവനും ഒറ്റിജിയും ഈ ഭാഗത്താണ് നൽകിയിരിക്കുന്നത്. ബാക്കി സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഇവിടേക്കാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഹുഡ് ആൻഡ് ഹോബ് വരുന്നത്. ഇവരുപയോഗിക്കുന്ന സിങ്ക് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. സിങ്കിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ടാപ്പ് ഇതേപോലെ ഊരിയെടുത്തിട്ട് നമുക്ക് സിങ്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ടാപ്പ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ യൂസ് കഴിഞ്ഞാൽ ഇതിൽ ഇതേപോലെ ഫിക്സ് ചെയ്യുകയും ചെയ്യാം. ഇവിടെയും ഇതേപോലെ സെപ്പറേറ്റ് ടാപ്പ് അവൈലബിൾ ആണ്. ഈ ഒരു കൗണ്ടർ ടോപ്പിനോട് ചേർന്ന് തന്നെയാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സോ ഇതേപോലെ വാഷിംഗ് മെഷീൻ നിങ്ങളുടെ കിച്ചണിൽ വേണമെങ്കിൽ പ്ലാനിങ്ങിൻ്റെ സമയത്ത് തന്നെ നിങ്ങൾ ആർക്കിടെക്റ്റിനോട് പറയണം കിച്ചണിൽ ഒരു വാഷിംഗ് മെഷീൻ കൂടെ നൽകണമെന്ന്. കാരണം നമ്മുടെ നോർമൽ കൗണ്ടർ ടോപ്പിനേക്കാളും ഹൈറ്റ് കൂടുതലാണ് വാഷിംഗ് മെഷീൻ വരുന്ന ഭാഗത്തെ കൗണ്ടർ ടോപ്പിൻ്റെ ഹൈറ്റ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യണമെങ്കിലും നല്ലൊരു പൊസിഷനിലേക്ക് അതിനെ പ്ലേസ് ചെയ്യണമെങ്കിലും നേരത്തെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്.
ഫ്രിഡ്ജ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഫ്രിഡ്ജിൻ്റെ സ്പേസ് നേരത്തെ കണക്കാക്കിയിട്ട് ആ ഒരു സ്പേസിലേക്ക് കറക്റ്റ് സൈസിലുള്ള ഫ്രിഡ്ജ് പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു സ്റ്റോർ റൂം സ്പേസ് വരുന്നുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ അത്യാവശ്യം ഇവിടെ സ്റ്റോർ ചെയ്യാനും സാധിക്കും. പുറത്തേക്ക് ഇറങ്ങാനുള്ള എക്സിറ്റ് ഡോറ് ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് വീടിൻ്റെ ഔട്ട് സൈഡിലേക്ക് ഇറങ്ങാൻ സാധിക്കും. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതേപോലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ വേണോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള കിച്ചൺ വേണോ എന്നുള്ള കാര്യം നിങ്ങളുടെ താല്പര്യത്തിന് വിട്ടുതരാണ്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റിൽ പറയാവുന്നതാണ്. ഇതേപോലത്തെ കിച്ചൺ ആണെങ്കിൽ നമുക്ക് നല്ലൊരു സ്പേസ് ഫീൽ ചെയ്യും, നല്ല വെളിച്ചം കിച്ചണകത്തേക്ക് ലഭിക്കും, നമുക്കൊരു കൺജഷൻ ഫീൽ ചെയ്യാതെ തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം. നിങ്ങളുടെ ഇഷ്ടം എന്താണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ ഒന്ന് പറയൂ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ ബെഡ്റൂമുകളുടെ ഡിസൈനാണ്. കിച്ചണിൽ നമ്മൾ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റെയർ കേസ് ഏരിയ ആണ് നൽകിയിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് ആദ്യത്തെ ബെഡ്റൂം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഒരു മോഡേൺ സ്റ്റൈലിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ഒരു ഹെഡ് ബോർഡും കാര്യങ്ങളൊക്കെ നൽകിയിരിക്കുന്നു. റെക്സിൻ കവേർഡ് ആയിട്ടുള്ള ഹെഡ് ബോർഡാണ് ബെഡിന് നൽകിയിട്ടുള്ളത്. വാൾ പാനലിങ് നൽകിയിരിക്കുന്നു. ഗോൾഡൻ ലൈനിങ് ഈ ഭാഗത്തും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ കാണുന്നൊരു പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വാർഡ്രോബ് സ്പേസ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ ഒരു ഹാഫ് വാള് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പാർട്ടീഷൻ ഏരിയയിലാണ് ഇവിടെ വാർഡ്രോബുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വാർഡ്രോബിൽ തന്നെ 2 ഡോറുകൾ ടിൻറ്റഡ് ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്താണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത്. FRP ഡോറാണ് ടോയ്ലറ്റിന് ഡോറായിട്ട് നൽകിയിട്ടുള്ളത്. സെൻസർ ലൈറ്റ് ആട്ടോ ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാലാണ് ലൈറ്റ് ഓൺ ചെയ്യുക. പ്രത്യേകം നമ്മൾ ഓൺ ചെയ്യുകയോ അല്ലെങ്കിൽ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. ഓട്ടോമാറ്റിക്കായി ഓൺ ആവുന്ന രീതിയിലാണ് അതിൻ്റെ ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റൂമിൻ്റെ ഡ്രസ്സിങ് ഏരിയ നൽകിയിരിക്കുന്നത് ഈ ഒരു വാളിലാണ്. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വാളിൽ ഒരു ടെക്സ്ചർ പെയിൻറ്റ് ഫിനിഷ് നൽകിയിരിക്കുന്ന ഒരു കോൺക്രീറ്റ് ടെക്സ്ചറാണ് നൽകിയിരിക്കുന്നത്. അതിനോട് മാച്ച് ചെയ്യുന്ന ഒരു കോൺക്രീറ്റ് ഫിനിഷിൽ വരുന്ന ലാമിനേറ്റ് ആണ് ഇവിടെ കൗണ്ടറായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത്. സെയിം കളർ ടോണിൽ വരുന്ന ഒരു പപ്പി ചെയറാണ് ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെയർ കേസിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വരാം. ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. സെൻസർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലൈറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. അതായത് നമ്മൾ സ്റ്റെയർ കേസിൻ്റെ അടുത്തേക്ക് വന്നാലാണ് ഈ ലൈറ്റുകൾ കത്തുക. ഈ ഭാഗത്തൊരു ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നു. ഗ്ലാസ് ഹാൻഡ് റെയിലാണ് ഈ ഭാഗത്ത് വരുന്നത്. ഈ ഒരു വുഡൻ ഭാഗം ചെയ്തിരിക്കുന്നത് വെനീർ യൂസ് ചെയ്തിട്ടാണ്. ഈ ഒരു ഗ്രൂസ് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിങ്ങനെ അപ്സ്റ്റെയർ വരെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന രീതിയിൽ സെയിം പാറ്റേൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് 2ാമത്തെ ലാൻഡിങ്ങിലാണ്. ഇതൊരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ്. ഈ ഒരു റൂഫിൽ സീലിങ്ങിൻ്റെ ഭാഗത്തൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് ആണ്. ഇത് 3 രീതിയിൽ കത്തും. വാം ലൈറ്റ് ആയിട്ടും കൂൾ ലൈറ്റ് ആയിട്ടും ന്യൂട്രൽ ലൈറ്റ് ആയിട്ടും കത്തും. നേരെ അപ്സ്റ്റെയറിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു ബൾബിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ലൈറ്റിൻ്റെ ഫുൾ ഭംഗി നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റെയർ കേസിൽ നിന്ന് നമ്മൾ കയറി വരുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. നല്ലൊരു വൈബിൾ ഏരിയ ആണ് ഈ ഒരു അപ്പർ ലിവിങ് സ്പേസ്. ഇവിടെ ഒരു സ്വിങ് ചെയർ ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രീ ടൈമിൽ മുകളിൽ വന്നിട്ട് ഊഞ്ഞാലിരുന്ന് TV കാണാനുള്ളൊരു സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരു ഫാമിലി ലിവിങ് സ്പേസ് നമുക്ക് പറയാം. നേരെ എൻ്റെ തൊട്ട് പുറകിലാണ് ഈ വീട്ടിലെ ഏറ്റവും ആംബിയൻസ് ഉള്ള സ്പേസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവിങ് സ്പേസിൻ്റെ ഡെക്കറേഷൻ വർക്കുകളൊക്കെ കാണാൻ സാധിക്കും. തൊട്ട് താഴെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ലിവിങ് റൂം ഡിസൈൻ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അതിൻ്റെ ഫുൾ ആംബിയൻസ് നമുക്ക് ടോപ്പ് വ്യൂ കാണുന്ന സമയത്താട്ടോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടുത്തെ ആ ഒരു ബെൽറ്റ് ടൈപ്പ് ലൈറ്റൊക്കെ നമുക്ക് ഡയറക്റ്റ് ക്ലോസ് ആയിട്ട് കാണണമെങ്കിൽ ഇവിടെ നിന്നിട്ട് നമ്മൾ നോക്കണം. TV യൂണിറ്റിൻ്റെ ഡിസൈൻ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ ഭാഗത്ത് ഇതേപോലെ ലൈറ്റപ്പ് ചെയ്ത് മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു TV യൂണിറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ടെക്സ്ചർ ഫിനിഷാണ് TV യൂണിറ്റിന് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്താണ് മാസ്റ്റർ ബെഡ്റൂം, അപ്സ്റ്റെയർത്തെ മാസ്റ്റർ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയൊരു ബെഡ്റൂം. എല്ലാ സൗകര്യങ്ങളുമുള്ള മനോഹരമായിട്ടുള്ള ബെഡ്റൂമാണ്. 2 പേർക്ക് ഇരിക്കാവുന്ന ഒരു സോഫ സീറ്റർ ഇവിടെ നൽകിയിട്ടുണ്ട്. കിങ് സൈസിൽ വരുന്നൊരു ബെഡാണ് നൽകിയിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ 4 ഡോറുകൾ വരുന്നൊരു വാർഡ്രോബ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ സൗകര്യങ്ങളൊക്കെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ വേണമെന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ ആവശ്യത്തിനുള്ള സ്പേസ് ഈ ഒരു ബെഡ്റൂമിൽ ഉണ്ടായിരിക്കണം. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് ഞാൻ പറയാം. 5.5 മീറ്റർ ആണ് ലെങ്ത് വരുന്നത്. 4 മീറ്റർ ആണ് ഇവിടെ വിഡ്ത്ത് വരുന്നത്. അതിൽ നിങ്ങൾക്ക് ഇതേപോലെ മനോഹരമായിട്ടുള്ള സോഫ സീറ്റർ ഇടാം. ഇട്ട് കഴിഞ്ഞാലും 2 ഭാഗത്തും നമുക്ക് ആവശ്യത്തിനുള്ള സ്പേസുകൾ അവൈലബിൾ ആവും. ഇവിടെ കിങ് സൈസിൽ വരുന്നൊരു ബെഡ് നമുക്ക് ചെയ്യാം. 2 സൈഡ് ടേബിൾ അതിനോടൊപ്പം നൽകാൻ സാധിക്കും. ഒരു വാർഡ്രോബ് കൊടുക്കാൻ പറ്റും. മനോഹരമായിട്ടുള്ള വാർഡ്രോബാണ്. ഹാൻഡിൽസ് ഒക്കെ യുണീക്ക് ആയിട്ടുള്ള ഡിസൈനിൽ ചെയ്യുന്നു. ഈ ഭാഗത്ത് ഫുള്ളായിട്ട് ഡോർ ഓപ്പണിംഗ് ആണ് നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാൽക്കണി ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിന് നൽകിയിട്ടുണ്ട്. അതിലേക്കൊരു സ്ലൈഡിങ് ഡോർ ഇവിടെ നൽകിയിരിക്കുന്നു. നമുക്ക് ബാൽക്കണി ആക്സസ് ചെയ്യാൻ സാധിക്കും.
മാത്രമല്ല ഇതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് മനോഹരമായിട്ടുള്ളൊരു ഡ്രസ്സിങ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ്. ഗ്ലാസ്സിലും ഇതേപോലെ ലൈറ്റ് വരുന്നുണ്ട്. ഇതാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്ന സ്പേസ്. FRP ഡോറാണ് ടോയ്ലറ്റിന് നൽകിയിരിക്കുന്നത്. അപ്സ്റ്റെയറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ബെഡ്റൂമിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ ഒരു ക്യൂൻ സൈസ് ബെഡാണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ടെക്സ്ചർ ഫിനിഷാണ് ഈ ഒരു വാളിൽ നൽകിയിരിക്കുന്നത് കേട്ടോ. ഇത് അക്രിലിക് ലാമിനേറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഗ്ലോസി ലാമിനേഷൻസ് ചെയ്തിരിക്കുന്നത്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഒരു വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനാണ് സീലിങ്ങിന് നൽകിയിരിക്കുന്നത്. ലീനിയർ ലൈറ്റുകൾ ഈ ഭാഗത്തും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിലും വാർഡ്രോബ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. വാർഡ്രോബിൽ ഗോൾഡൻ ലൈനുകളൊക്കെ നൽകിയിരിക്കുന്നു. ഹാൻഡിൽസ് വളരെ ഭംഗിയുള്ളൊരു ഹാൻഡിൽസ് ആട്ടോ, യുണീക്ക് ആയിട്ടുള്ളൊരു ഹാൻഡിൽസ് ആണ് വാർഡ്രോബിന് നൽകിയിരിക്കുന്നത്. 2 ഡോറുകൾ ഇവിടെയും ടിൻറ്റഡ് ഗ്ലാസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വാളിലാണ് ഡ്രസ്സിങ് യൂണിറ്റ് നൽകിയിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. ഒരു ആർച്ച് ഷേപ്പിലാണ് മിറർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു വുഡൻ ബോർഡർ അതിന് നൽകിയിട്ടുമുണ്ട്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് FRP ഡോറാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. ബാത്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വിട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലോസി ടൈൽ വാളിൽ യൂസ് ചെയ്തിരിക്കുന്നു. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ ഗ്ലാസ് പാർട്ടീഷൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞതുപോലെ ഈ വീട് പണിതിരിക്കുന്നത് കാലിക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള ആർക്കിടെക്ട്സ് ആണ്. ഓൾ കേരള അവരുടെ സർവീസസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഹിജാസ് അനീർ ആർക്കിടെക്ചർ എന്നാണ് അവരുടെ സ്ഥാപനത്തിൻ്റെ പേര്. കോഴിക്കോട് കൊയിലാണ്ടിയാണ് അവരുടെ ഓഫീസ് വരുന്നത്. അവരുടെ പ്രൊജക്റ്റ് മുമ്പ് നമ്മൾ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തേക്കാം. അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഇതിനോടൊപ്പം നൽകുന്നുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് ഞാൻ ഇതിനോടൊപ്പം ചേർക്കാം. അപ്പോൾ അവർ ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നല്ലൊരു ആർക്കിടെക്റ്റിനെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവർ ചെയ്ത വർക്കാണിത്. ഇവിടുത്തെ ഹൗസ് ഓണർ ഇവരുടെ വർക്കിൽ പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഫീഡ്ബാക്ക് കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനും നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. സോ നമ്മുടെ ഒരു വീട് വെക്കുന്ന സമയത്ത് ഒരു ആർക്കിടെക്ചറൽ സ്ഥാപനത്തെ ഏൽപ്പിക്കുന്നുണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഉദാഹരണത്തിന് ഹിജാസ് അനീർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് അവരൊരു കൺസൾട്ടൻസി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ വീടിൻ്റെ പ്ലാനിങ്, ഇൻറ്റീരിയർ ഡിസൈൻ, ലാൻഡ്സ്കേപ്പ് തുടങ്ങിയിട്ട് വീടിൻ്റെ പണി പൂർത്തിയായിട്ട് ഹൗസ് വാമിങ് വരെയുള്ള എല്ലാ വർക്കുകളിലും നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കും. പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുന്നതാണെങ്കിലും ഇനി ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യുന്ന സമയത്താണെങ്കിലും അതിൻ്റെ കൃത്യമായിട്ടുള്ള ബ്രാൻഡുകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി തരുന്നതിനാണെങ്കിലും 100% പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സർവീസ് നിങ്ങൾക്ക് ആർക്കിടെക്റ്റിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കും. നിങ്ങളുടെ വീടിൻ്റെ പ്ലാന്, അതുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെൻറ് പെർമിഷൻ കാര്യങ്ങൾ ഏറ്റവും നല്ല സൗകര്യത്തിൽ ഏറ്റവും ഭംഗിയിൽ എങ്ങനെ വീട് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു ആർക്കിടെക്റ്റ് നമുക്ക് ചെയ്തു തരുന്ന സേവനം എന്ന് പറയുന്നത്. സോ താല്പര്യമുള്ള ആളുകൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അവരുമായിട്ടൊരു മീറ്റിംഗ് വെക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ബഡ്ജറ്റുകളൊക്കെ സംസാരിച്ച് നിങ്ങൾക്ക് ഒരു ധാരണയിലെത്തി മുന്നോട്ട് പോകാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ വീടിൻ്റെ ഹൗസ് ഓണറുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നുള്ള കാര്യം നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. സോ ഈ വീടിൻ്റെ ഹൗസ് ഓണേഴ്സ് ആയിട്ടുള്ള ഷാനവാസ്കയും ഫാമിലിയാണ് നമ്മളൊപ്പം നിൽക്കുന്നത്. ഷാനവാസ്ക, എത്ര മക്കളാണ്? 3 മക്കളാണ്. 2 പേരും ഇവിടെ ഉണ്ടല്ലേ? അപ്പോൾ ഒരാൾ ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട്. ബാക്കിയുള്ള സ്കൂളിലും പഠിക്കാനൊക്കെ. വീടിന്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് എത്ര കാലമായിട്ട്? 15-20 ദിവസം, 15 ദിവസം കഴിഞ്ഞു. 16-17 ദിവസം. അപ്പോൾ വളരെ ഈ വീട്ടിൽ കയറി കൂടിയിട്ട് വളരെ കുറഞ്ഞ സമയമായിട്ടുള്ളൂ. എന്നാൽ തന്നെ ഈ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ഇപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? വളരെ ഹാപ്പിയാണ്, മാനസികമായിട്ട് വളരെ ഹാപ്പിയാണ്. ശരി. ഇപ്പൊ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന തരത്തിലുള്ള ഒരു വീട്ടിൽ തന്നെയാണോ ഇപ്പൊ താമസിക്കുന്നത്? ആണ്. അപ്പൊ ഇതിന്റെ ആർക്കിടെക്റ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഹിജാസ് അനീർ ആർക്കിടെക്ട്സ് അല്ലേ? അവർ കാലിക്കറ്റ് ആണ്. പക്ഷെ നമ്മളിപ്പോ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഇത് നിലമ്പൂരാണ്. എങ്ങനെയാണ് അവരെ ഈ കാലിക്കറ്റ് ആർക്കിടെക്ട്സിനെ ബന്ധപ്പെടുന്നത്? ഫേസ്ബുക്കിൽ കണ്ടിട്ട് പരിചയപ്പെട്ട് അങ്ങനെ അവരെ വർക്കുകളൊക്കെ കണ്ടുകൊണ്ട് അവരെ വിളിച്ച് അവർ വന്ന് അങ്ങനെ സംസാരിച്ചതിന് ശേഷം നിങ്ങൾ ഒരു ധാരണയിൽ എത്തിയതാണ്. പൊതുവെ നമ്മളിപ്പോ ഒരു ആർക്കിടെക്റ്റുകളായിട്ട് അധികം ആളുകളും ആർക്കിടെക്റ്റുകൾ ഉണ്ടാവില്ല. അവരൊരു ജസ്റ്റ് നാട്ടിലുള്ള പണിക്കാരെയൊക്കെ ചേർത്തുകൊണ്ട് ഒരു പ്ലാനൊക്കെ വരച്ചിട്ടുള്ള ഒരു പരിപാടിയായിരിക്കും. എന്നാൽ നമ്മളൊരു ആർക്കിടെക്റ്റിനെ വെച്ച് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഒരു വീടിനെ കുറിച്ച് ഒരു സങ്കല്പം ഉണ്ടാവും. നമ്മുടെ വീട് ഇങ്ങനെ വേണം,
ഇന്ന സൗകര്യങ്ങൾ വേണം, ഇതൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നോ ഈ ആർക്കിടെക്റ്റിന്റെ ഭാഗത്ത്? 100% തയ്യാറായത്. നമ്മൾ എന്താണ് പറയുന്നത് ആ രീതിക്കാണ് ചെയ്തു തന്നത്. അപ്പോൾ വീടിന്റെ പണി നടക്കുമ്പോൾ പല പല ഘട്ടങ്ങൾ വരുന്നുണ്ട്. സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയമാണെങ്കിലും ഇവിടെ പണിക്കാർ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിലും ഇനിയിപ്പോൾ ഹൗസ് വാമിങ്ങിനോട് ചേർന്നിട്ട് നമുക്ക് പലതരം പർച്ചേസുകൾ ഉണ്ടാവും. ഈ സമയത്തൊക്കെ നമ്മൾ ആർക്കിടെക്റ്റുകളെ വിളിച്ചാൽ അല്ലെങ്കിൽ പണിക്കാരെന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുന്ന സമയത്ത് അവരെ ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ടായിരുന്നു? കറക്റ്റ് കിട്ടിയിരുന്നു. വിളിച്ചാൽ അപ്പോൾ ഫോൺ എടുക്കും, നിർദ്ദേശങ്ങൾ തരും. ഞാൻ നല്ല വർക്കേഴ്സ് വിളിച്ചാൽ തന്നെ അവർ കറക്റ്റായിട്ട് ഫോൺ എടുത്തിരുന്നു. പിന്നെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നു, നിർദ്ദേശം തന്നിട്ടല്ല, കൂടെ തന്നെ അവരായിരുന്നു എല്ലാം ചെയ്തു തന്നത്. ഞങ്ങൾ സൈഡിൽ നിന്നിട്ടുള്ളൂ. നമ്മൾ അവരെ കൂടെ പോയിട്ട് സെലക്ഷന്റെ കാര്യത്തിൽ അത്രേ ഉള്ളൂ. എല്ലാവരാണ് ചെയ്തത്. പണി നടക്കുന്ന സമയത്ത് നിങ്ങൾ നാട്ടിലുണ്ടായിരുന്നു? നിങ്ങൾ പ്രവാസി? കുറച്ചുള്ളൂ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അവരോട് വരും. അതെ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? ഒരു പണി ചെയ്യുന്ന സമയത്താണെങ്കിൽ വീടിന്റെ 3D ഒക്കെ വരയ്ക്കുന്ന സമയത്തൊക്കെ അഭിപ്രായങ്ങൾ നമ്മളോട് ചോദിക്കുമല്ലോ. ആ സമയത്തൊക്കെ നമ്മൾ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ അവർ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നു? ഉൾക്കൊണ്ടിട്ടുണ്ട്. പുതിയ വീട്ടിൽ താമസിക്കുമ്പം ഹാപ്പിയാണോ? ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ, അവരൊരു സർവീസ് നൽകുന്ന ഒരാളാണല്ലോ, കസ്റ്റമർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഫാമിലി അവരുടെ സർവീസിൽ സാറ്റിസ്ഫൈഡ് ആണ്? അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു അവസരം ചെയ്തു തന്നതിന് നന്ദി. താങ്ക് യു സോ മച്ച്.